guys, welcome to my YouTube channel The Pharmacy by Roshni. ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമ്മുടെ ഫൈനൽ മാരത്തോൺ വൺ വേർഡിൻ്റെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു വീഡിയോ ആണ്. കാരണം ഈ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് സോഷ്യൽ ഫാർമസിയുടെ ഹോൾ നമ്മുടെ സിലബസ് പ്രകാരം വരാനായിട്ട് ചാൻസ് ഉള്ള വൺ വേർഡ്സ് ആണ്. ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റിപ്പീറ്റഡ് ആയിട്ട് കുറേ വർഷങ്ങളായിട്ട് നമ്മൾ ഇമ്പോർട്ടൻ്റ് ആയിട്ട് PSCയിലായിക്കോട്ടെ അല്ലെങ്കിൽ ഏതൊരു എക്സാമിനായിക്കോട്ടെ ചോദിച്ച ക്വസ്റ്റ്യൻസ് ആണ്. അല്ലെങ്കിൽ ലാസ്റ്റ് 2 years ആയിട്ട് സോഷ്യൽ ഫാർമസി എക്സാമിന് ചോദിക്കുന്ന ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ ഇതെല്ലാം വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. കുറേ ജനറൽ നോളേജസ് ഇൻക്ലൂഡ് ചെയ്ത ഒരു സബ്ജക്റ്റ് ആണ് സോഷ്യൽ ഫാർമസി എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് സിലബസിലുള്ളത് മാത്രം പഠിച്ചിട്ട് കാര്യമില്ല, കുറച്ച് എക്സ്ട്രാ നോളേജും കൂടി ഉണ്ടാക്കിയാൽ മാത്രമേ നമുക്ക് നല്ല രീതിയിൽ വൺ വേർഡ്സ് ഒക്കെ അറ്റൻഡ് ചെയ്യാനായിട്ട് പറ്റുള്ളൂ. സോ നമ്മൾ സിലബസ് പ്രകാരമുള്ള എല്ലാ വൺ വേർഡ്സും ചിലതൊക്കെ കുറച്ചും കൂടി ഡീപ്പായിട്ടുള്ള വൺ വേർഡ്സ് ഒക്കെയാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. സോ ഇപ്പോൾ തന്നെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഉഷാറായിട്ടൊരു പെന്നും പേപ്പറൊക്കെ ആയിട്ട് റെഡി ആയിരിക്കാം. നമുക്ക് വീഡിയോയിലോട്ട് പോവാം. ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ ഈ വീഡിയോയിൽ മാക്സിമം വൺ വേർഡ് ആണ് ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പോൾ നിങ്ങൾക്ക് പറ്റുന്ന പോലെ നിങ്ങൾ വേഗം നോട്ട് ചെയ്ത് വെക്കാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ ഫസ്റ്റ് ക്വസ്റ്റ്യൻ നമ്മൾ നോക്കുകയാണെങ്കിൽ കോമ ഷേപ്ഡ് ബാക്ടീരിയ ഈസ് ഡാഷ്. കോമ ഷേപ്പിലുള്ള ബാക്ടീരിയ ഏതാണ് എന്നാണ് ചോദിക്കുന്നത്. അപ്പോൾ നമ്മൾ കുറേ കോമ ഷേപ്ഡ് ബാക്ടീരിയാസ് എന്ന് പറയുമ്പോൾ കുറേ ടൈപ്സ് പഠിച്ചിട്ടുണ്ട്. ബാസിലെ പഠിച്ചിട്ടുണ്ട്, വിബ്രിയോ പഠിച്ചിട്ടുണ്ട്, സ്പൈറല പഠിച്ചിട്ടുണ്ട്. അപ്പോൾ കോമ ഷേപ്ഡ് ഏതാണ്? ഇറ്റ്സ് വിബ്രിയോ. ആൻഡ് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വാട്ടർ ബോൺ ഡിസീസ് എക്സാമ്പിൾ ഈസ് ഡാഷ്. ഒരു വാട്ടർ ബോൺ ഡിസീസിൻ്റെ എക്സാമ്പിൾ ഏതൊക്കെയാണ്? നമ്മൾ കുറേ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ കോളർ നമുക്കൊരു എക്സാമ്പിൾ ആയിട്ട് പറയാം. ഇതല്ലാതെയും ഇഷ്ടം പോലെ ഉണ്ട് അല്ലേ വാട്ടർ ബോൺ ഡിസീസ്. ആൻഡ് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, എ ഡിസീസ് എഫക്ട് ദ സെൻട്രൽ നെർവ് സിസ്റ്റം ഈസ് ഡാഷ്. അതായത് സെൻട്രൽ നെർവ് സിസ്റ്റത്തിനെ എഫക്റ്റ് ചെയ്യുന്ന ഒരു ഡിസീസിൻ്റെ എക്സാമ്പിളാണ് ചോദിക്കുന്നത്. അപ്പോൾ കുറേ ഡിസീസസ് ഉണ്ട്. അതിൽ തന്നെ നമ്മൾക്ക് മെയിനായിട്ട് പറയാവുന്നത് നമ്മൾ പഠിച്ചൊരു ഡിസീസാണ് പോളിയോ. പോളിയോ CNSനെ എഫക്റ്റ് ചെയ്യുന്ന ഡിസീസാണ് കേട്ടോ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, എയർബോൺ ഡിസീസ് എക്സാമ്പിൾ ഈസ് ഡാഷ്. എയർബോൺ ഡിസീസ് എന്ന് പറയുമ്പോൾ എല്ലാം മാക്സിമം എയർബോൺ ഡിസീസാണ്. ട്യൂബർക്ലോസിസ് പറയാം. ട്യൂബർക്ലോസിസ് ഒരു എയർബോൺ ഡിസീസാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, കോസേറ്റീവ് ഏജൻറ്റ് ഓഫ് ഡിഫ്തീരിയ. ഡിഫ്തീരിയ എന്ന് പറയുന്ന ഡിസീസിൻ്റെ കോസേറ്റീവ് ഏജൻറ്റ് എന്താണ്? ദാറ്റ് ഈസ് കോർണി ബാക്ടീരിയം ഡിഫ്തീരി. അപ്പോൾ അതെല്ലാവർക്കും അറിയുന്നതാണ്. ആൻഡ് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ട്രെപ്പോണിമ പെല്ലിഡം ഈസ് ദ കോസേറ്റീവ് ഏജൻറ്റ് ഓഫ് സിഫിലിസ് വിച്ച് ഈസ് ഡിറ്റക്റ്റഡ് ബൈ ഡാഷ്. അതായത് സിഫിലിസ് എന്ന് പറയുന്ന ഡിസീസ് ഡിറ്റക്റ്റ് ചെയ്യുന്ന ആ ഒരു ഡിസീസിന് കാരണമാവുന്ന ട്രെപ്പോണിമ പാലിഡം എന്ന് പറയുന്ന ബാക്ടീരിയനെ എങ്ങനെയാണ് ഡിറ്റക്റ്റ് ചെയ്യുന്നതെന്നാണ് ചോദിക്കുന്നത്. ഇതൊരു ഡയഗ്നോസിസ് ടെസ്റ്റ് ആണ്. ഈ ഡയഗ്നോസിസ് ടെസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗ്രാം നെഗറ്റീവ് സ്റ്റെയിനിങ് ആണ് നമ്മൾ ഇതിന് വേണ്ടി ചെയ്യുന്നത്. അപ്പോൾ ആൻസർ എന്ന് പറയുമ്പോൾ നെഗറ്റീവ് സ്റ്റെയിനിങ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്, ഫിലാരിയാസിസ് ഈസ് കോസ്ഡ് ബൈ ഡാഷ്. ഫിലാരിയാസിസ് ഉണ്ടാക്കുന്ന കോസേറ്റീവ് ഏജൻ്റ് ആണ് ചോദിക്കുന്നത്. ദാറ്റ് ഈസ് വുഷറേറിയ ബാൻക്രോഫ്റ്റി. ദ കാരിയർ ഓഫ് റാബീസ് ഈസ് ഡാഷ്. റാബീസ് എന്ന് പറയുന്ന ആ വൈറസ് എന്തിൽ നിന്നാണ് ഉണ്ടാവുന്നത്? സിമ്പിൾ, ഡോഗ് എന്നാണ് അല്ലേ? ഡോഗ് എന്ന് തന്നെയാണ് കേട്ടോ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുമ്പോൾ, ദ ഡിസീസ് ദാറ്റ് ഡാമേജസ് ദ ഇമ്മ്യൂൺ സിസ്റ്റം ഓഫ് ദ ബോഡി. നമ്മുടെ ബോഡിയുടെ ഇമ്മ്യൂൺ സിസ്റ്റത്തിനെ തകരാറിലാക്കുന്ന ഡിസീസ് ഏതാണ്? ചെറുപ്പം മുതൽ നമ്മൾ പഠിക്കുന്ന ഒരുപാട് ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മൾ ഡീപ്പായിട്ട് പഠിച്ചിട്ടുള്ള എയ്ഡ്സ് തന്നെയാണ് കേട്ടോ നമ്മുടെ ഇമ്മ്യൂൺ സിസ്റ്റത്തിനെ തകരാറിലാക്കുന്ന. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുമ്പോൾ, എലൈസ ടെസ്റ്റ് ഈസ് യൂസ്ഡ് ഫോർ ദ സ്ക്രീനിങ് ഓഫ് ഡാഷ്. എയ്ഡ്സ്. അതും വളരെ സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. ആസിഡ് ഫാസ്റ്റ് ബാസിലസ് ആർ സ്റ്റെയിൻഡ് ബൈ ഡാഷ് സ്റ്റെയിൻസ്. അതായത് ആസിഡ് ഫാസ്റ്റ് ബാസിലൈനെ നമ്മൾ ഏത് സ്റ്റെയിൻ ഉപയോഗിച്ചിട്ടാണ് സ്റ്റെയിൻ ചെയ്യുന്നത് എന്നാണ് ചോദിക്കുന്നത്. അപ്പോൾ ഇതിൽ കുറേ ഉണ്ട്. നമുക്കിപ്പോൾ നോക്കുകയാണെങ്കിൽ ഫ്ലൂറസൻ ഡൈ ഉപയോഗിക്കും, സെഹിൽ നിയൽസൺ സ്റ്റെയിനിങ് ഉപയോഗിക്കുന്നുണ്ട്, അതുപോലെ കാർബൾ ഫൾസിൻ സ്റ്റെയിൻ ഉപയോഗിക്കുന്നുണ്ട്. അപ്പോൾ സിമ്പിളായിട്ട് ഈ മൂന്നിലെ ഏത് വേണമെങ്കിലും പറയാം. അപ്പോൾ നിരോധ് ഈസ് ഡാഷ്. അതാണ് അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്. നിരോധ് എന്താണ്? നിരോധ് എന്ന് പറയുന്നത് കോണ്ടോ ആണ് അല്ലേ? ഓക്കെ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വെയ്സൺ സ്റ്റെയിൻ ടെസ്റ്റ് ഈസ് യൂസ്ഡ് ഫോർ ദ ഡയഗ്നോസിസ് ഓഫ് ഡാഷ്. വെയ്സൺ സ്റ്റെയിൻ എന്ന് പറയുന്നത് ഏതിൻ്റെ ഡയഗ്നോസിസിനാണ് യൂസ് ചെയ്യുന്നതാണ് ക്വസ്റ്റ്യൻ. അതിൻ്റെ ആൻസർ നോക്കുകയാണെങ്കിൽ പ്ലേഗ്. വെയ്സൺ സ്റ്റെയിൻ എന്ന് പറയുമ്പോൾ നമ്മൾ അധികം കേൾവി ഇല്ലാത്തതാണ്. അപ്പോൾ കോമൺ ആയിട്ടുള്ള TBയോ എയ്ഡ്സോ അങ്ങനെയൊന്നും അല്ല. അപ്പോൾ ഏതാണ്? അങ്ങനെ നിങ്ങൾ ചിന്തിച്ചിട്ട് വേണം ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ ആൻസർ ചെയ്യാനായിട്ട്. സോ ആൻസർ എന്ന് പറയുമ്പോൾ പ്ലേഗ് ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, പ്രോട്ടീൻ ഡെഫിഷ്യൻസി മാൽന്യൂട്രീഷൻ കോസസ് ഡാഷ്. പ്രോട്ടീൻ ഡെഫിഷ്യൻസി ഉണ്ടെങ്കിൽ അത് എന്ത് കണ്ടീഷനാണ് ഉണ്ടാക്കുന്നത്? മരാസ്മസ്. ആൻഡ് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ലിവിങ് ഓർഗാനിസംസ് ആർ ഡിറ്റക്റ്റഡ് ബൈ ഡാഷ്. നമുക്ക് ജീവനുള്ള വസ്തുക്കളെ നമ്മൾ ഡിറ്റക്റ്റ് ചെയ്യാനായിട്ട് എന്താണ് യൂസ് ചെയ്യുന്നതെന്നാണ് ചോദിക്കുന്നത്. ആൻസർ എന്ന് പറയുമ്പോൾ ഡാർക്ക് ഫീൽഡ് മൈക്രോസ്കോപ്പ്. കമ്പൈൻഡ് പിൽസ് കണ്ടെയ്ൻ ഡാഷ്. ഈ കമ്പൈൻഡ് പിൽസ് എന്നൊക്കെ പറയുന്നത് നമ്മുടെ കോൺട്രാസെപ്റ്റീവ് പിൽസ് ആണെന്ന് മനസ്സിലാക്കുക. അപ്പോൾ കമ്പൈൻഡ് പിൽസ് എന്ന് പറയുമ്പോൾ എന്തുണ്ടാവും? രണ്ടിൻ്റെ കോമ്പിനേഷനാണ്. ദാറ്റ് ഈസ് ഈസ്ട്രജൻ ആൻഡ് പ്രൊജസ്ട്രോൺ. ആൻസറും അത് തന്നെയാണ്. ദ ഇൻജെക്റ്റബിൾ കോൺട്രാസെപ്റ്റീവ് ഈസ് ഡാഷ്. ഏത് കോൺട്രാസെപ്റ്റീവ്, അതായത് ഇതുപോലെ നമ്മൾ ഈസ്ട്രജൻ പ്രൊജസ്ട്രോൺ എന്ന് പറയുന്നതിൽ ഏതിനാണ് നമ്മൾ ഇൻജെക്റ്റബിൾ ആയിട്ട് യൂസ് ചെയ്യുന്നതെന്നാണ് ചോദിക്കുന്നത്. ആൻസർ ഡെപ്പോമെഡ്രോക്സി പ്രൊജസ്ട്രോൺ അസെറ്റേറ്റ് ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്, എഡിൻബർഗ് യൂണിവേഴ്സിറ്റി സൊല്യൂഷൻ ഈസ് കോൾഡ് ആസ് ഡാഷ്.
എഡിൻബർഗ് യൂണിവേഴ്സിറ്റി സൊല്യൂഷൻ എന്ന് ഏത് സൊല്യൂഷനാണ് അറിയപ്പെടുന്നതെന്നാണ് ചോദിക്കുന്നത്. ആൻസർ യൂസോൾ. യൂസോൾ ആണ് എഡിൻബർഗ് യൂണിവേഴ്സിറ്റി സൊല്യൂഷൻ എന്ന് പറയുന്നത്. ആൻഡ് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുമ്പോൾ വാട്ടർ പ്രിവെൻഷൻ ആൻഡ് കൺട്രോൾ പൊല്യൂഷൻ ആക്ട് വാസ് പാസ്ഡ് ഇൻ ദ ഇയർ. അപ്പോൾ ഇയർ ഒക്കെ കുറച്ച് ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. നമ്മൾ കുറേ ചാപ്റ്റേഴ്സ് പഠിക്കുന്നുണ്ട്. അപ്പോൾ ഒരു ബുക്ക് എന്ന് പറഞ്ഞാൽ നമ്മുടെ സിലബസിൽ പറയുന്നില്ല, കുറേ ബുക്സ് പറയുന്നുണ്ട്. അപ്പോൾ ഏതിൽ നിന്ന് വേണമെങ്കിൽ എങ്ങനെ വേണമെങ്കിൽ ക്വസ്റ്റ്യൻസ് വരാം. അപ്പോൾ ഇങ്ങനെയുള്ള ഇയേഴ്സ് എന്നൊക്കെ പറയുമ്പോൾ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഇയേഴ്സ് ആണ് ഞാൻ ഇപ്പോൾ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ അതെങ്കിലും ഒന്ന് നോട്ട് ചെയ്ത് വെക്കാം. സോ വാട്ടർ പ്രിവെൻഷൻ ആൻഡ് കൺട്രോൾ പൊല്യൂഷൻ ആക്ട് എന്ന് പറയുന്നത് 1974 പാസ്സാവുന്നത് കേട്ടോ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, കൊസേറ്റീവ് ഏജന്റ് ഫോർ മീസൽസ്. മീസൽസിൻ്റെ കൊസേറ്റീവ് ഏജന്റ് എന്താണ്? സോ മീസൽസ് അല്ലെങ്കിൽ മംസ്, റുബല്ല എന്നൊക്കെ പറയുന്നത് ഏകദേശം ഒരേ സ്ട്രെയിനിലുള്ള ബാക്ടീരിയാസിൻ്റെ സ്ട്രെയിനാണ്. അപ്പോൾ അതിൽ കൊസേറ്റീവ് ഏജന്റ് എന്തായിരിക്കും? റുബല്ല വൈറസ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഡിഫ്തീരിയ എഫക്ട്സ് മോസ്റ്റ് കോമൺലി ദ ഡാഷ്. ഡിഫ്തീരിയ എവിടെയാണ് നമ്മുടെ ബോഡിയിൽ എഫക്റ്റ് ചെയ്യുന്നതെന്നാണ് ചോദിക്കുന്നത്. മോസ്റ്റ്ലി ഡിഫ്തീരിയ എഫക്റ്റ് ചെയ്യുന്നത് അപ്പർ റെസ്പിറേറ്ററി ട്രാക്റ്റിനെയാണ് കേട്ടോ. അപ്പോൾ അത് അപ്പർ റെസ്പിറേറ്ററി ട്രാക്റ്റ് എന്ന് പറയുമ്പോൾ നമ്മുടെ റെസ്പിറേറ്ററി ട്രാക്റ്റിൻ്റെ മുകളിലെ ഭാഗത്തിനെയാണ് കൂടുതലായിട്ടും എഫക്റ്റ് ചെയ്യുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, മാൻഡോക്സ് ടെസ്റ്റ് ഈസ് യൂസ്ഡ് ഫോർ ദ ഡയഗ്നോസിസ് ഓഫ് ഡാഷ്. ദാറ്റ് ഈസ് ട്യൂബർകുലോസിസ്. അത് നമ്മൾ കുറേ സബ്ജക്ട്സിൽ ഫാർമസ്യൂട്ടിക്സിലൊക്കെ നമ്മൾ പഠിക്കുന്നുണ്ടല്ലേ മാൻഡോക്സ് ടെസ്റ്റ് ഒക്കെ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ദ മോസ്റ്റ് കോമൺലി യൂസ്ഡ് ടെസ്റ്റ് ഫോർ ദ സെൻസിറ്റിവിറ്റി ടു ആൻറ്റി മൈക്രോബിയൽ ഏജൻറ്റ് ഈസ് ഡാഷ്. അതായത് സെൻസിറ്റിവിറ്റി ടു ആൻറ്റി മൈക്രോബിയൽ ഏജൻസ്. ആൻറ്റി മൈക്രോബിയൽ ഏജൻസിനുമായിട്ട് നമ്മുടെ ബോഡിയിൽ സെൻസിറ്റിവിറ്റി ഉണ്ടോ എന്ന് അറിയിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ചെയ്യുന്ന ഒരു ടെസ്റ്റ് ഉണ്ട്. അത് ഏതാണെന്നാണ് ചോദിക്കുന്നത്. അപ്പോൾ അതിൻ്റെ എക്സാമ്പിളായിട്ട് നമുക്ക് കിർബി ബോർ ടെക്നിക്ക് പറയാം. അപ്പോൾ കിർബി ബോർ ടെക്നിക്ക് എന്ന് പറയുന്ന ടെക്നിക്ക് ഉപയോഗിച്ചിട്ടാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുകയാണെങ്കിൽ ട്രക്കോമ ഈസ് എ ക്രോണിക് ഇൻഫെക്ഷൻ ഓഫ് ഡാഷ്. അപ്പോൾ ഇങ്ങനെ ചോദിക്കുമ്പോൾ നമുക്കവിടെ ക്ലിയർ ആയിട്ട് അറിയണം ഏത് പാർട്ടിനെയാണ് ട്രക്കോമ ബാധിക്കുന്നതെന്നാണ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്. അപ്പോൾ ട്രാക്കോമ അല്ലെങ്കിൽ ഗ്ലൂക്കോമ എന്നൊക്കെ പറയുന്നത് കണ്ണിനെ ബാധിക്കുന്ന അസുഖമാണ് കേട്ടോ. ആൻഡ് ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ ആയിരുന്നു. ആൻഡ് നെയ്സേരിയ ഗൊണേരിയ കോസസ് ഡാഷ്. നെയ്സേരിയ ഗൊണേരിയ എന്ന് പറയുന്നത് അത് എന്താണ് ഉണ്ടാക്കുന്നത്? ഗൊണേരിയ. ഇറ്റ്സ് എ സിമ്പിൾ ക്വസ്റ്റ്യൻ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, എൻ എക്സാമ്പിൾ ഫോർ നോൺ കമ്മ്യൂണിക്കബിൾ ഡിസീസ്. അതായത് സ്പ്രെഡ് ചെയ്യാത്ത ഡിസീസിനെയാണ് നോൺ കമ്മ്യൂണിക്കബിൾ ഡിസീസ് എന്ന് പറയുന്നത്. അപ്പോൾ നോൺ കമ്മ്യൂണിക്കബിൾ ഡിസീസിൻ്റെ എക്സാമ്പിൾ എന്താണെന്നാണ് ചോദിക്കുന്നത്. അപ്പോൾ കമ്മ്യൂണിക്കബിൾ അല്ലാത്ത, നമുക്കിപ്പോൾ ഉറപ്പില്ലാത്തൊന്നും എഴുതരുത്. അപ്പോൾ ക്യാൻസർ ഒക്കെ പറയുകയാണെങ്കിൽ നോൺ കമ്മ്യൂണിക്കബിൾ ആണ്. അപ്പോൾ നമുക്ക് നോൺ കമ്മ്യൂണിക്കബിൾ ഡിസീസിൻ്റെ എക്സാമ്പിളായിട്ട് ക്യാൻസർ പറയാം. ഓക്കെ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ക്ലോറോക്സൈലിനോൾ ഈസ് ഡാഷ്. അതായത് ക്ലോറോക്സൈലിനോൾ എന്ന് പറയുന്നത് എന്താണെന്നാണ് ചോദിക്കുന്നത്. ഇത് മെയിനായിട്ടും കോമ്പറ്റേറ്റീവ് എക്സാംസിനായിക്കോട്ടെ അല്ലെങ്കിൽ റിപ്പീറ്റഡ് ആയിട്ടും ചോദിക്കുന്ന ക്വസ്റ്റ്യൻ ആണ്. ഡെറ്റോൾ ആണ് ക്ലോറോക്സൈലിനോൾ. അതിലടങ്ങിയിട്ടുള്ള സാധനമാണ് ഈ ക്ലോറോക്സൈലിനോൾ എന്ന് പറയുന്നത്. ഓക്കെ, ആൻസർ എന്ന് പറയുമ്പോൾ ഡെറ്റോൾ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുമ്പോൾ ക്ലോർഹെക്സിഡിൻ ഈസ് യൂസ്ഡ് ആസ് ഡാഷ്. ക്ലോർഹെക്സിഡിൻ എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ മൗത്ത് വാഷിൽ കേട്ടിട്ടുണ്ടാവും. ആൻറ്റിസെപ്റ്റിക് ആണ് കേട്ടോ. ആൻഡ് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ബ്രസ്റ്റ് മിൽക്ക് ഈസ് ബെറ്റർ ദാൻ മിൽക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ബിക്കോസ് ഇറ്റ് പൊസസ് ഡാഷ്. എന്തുകൊണ്ടാണ് ബ്രസ്റ്റ് മിൽക്ക് ബെറ്റർ എന്ന് പറയുന്നത്? ബിക്കോസ് അതിൽ ആൻറ്റിബോഡീസ് അടങ്ങിയതുകൊണ്ടാണ് അല്ലേ. അപ്പോൾ ആൻസർ എന്ന് പറയുമ്പോൾ ആൻറ്റിബോഡീസ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, റിമൂവൽ ഓഫ് എ ഡിസീസ് ഫ്രം ദ ഹോൾ വേൾഡ് ഈസ് നോൺ ആസ് ഡാഷ്. അതായത് ഒരു അസുഖത്തിനെ നമ്മൾ കംപ്ലീറ്റ് ആയിട്ട് ഒരു രാജ്യത്തിൽ നിന്നോ അല്ലെങ്കിൽ ലോകത്തിൽ നിന്നോ ഇല്ലാതാക്കാൻ എന്ന് ഉപയോഗിക്കുന്ന ഒരു ടേം ഉണ്ട്. അപ്പോൾ നമ്മൾ പ്രിവെൻഷൻ എന്ന് പറയാറുണ്ട്, ക്യൂർ എന്ന് പറയാറുണ്ട്. ഇതുപോലെ നമ്മൾ കുറേ ഒരു ടേംസ് ഒക്കെ കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ട് നോക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ കംപ്ലീറ്റ്ലി ലോകത്തിൽ നിന്നും ഇല്ലാതാക്കുക എന്ന് പറയുമ്പോൾ ഇറാഡിക്കേഷൻ എന്നാണ് ആ ഒരു ടേമിൻ്റെ പേര്. സോ സ്മോൾ പോക്സ് ഇറാഡിക്കേഷൻ പ്രോഗ്രാം ഒക്കെ നേരത്തെ ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഇപ്പോൾ സ്മോൾ പോക്സ് ഒന്നും അധികം ആളുകൾക്കും ഇല്ലാത്ത. കംപ്ലീറ്റ്ലി ഇന്ത്യ ഈസ് ഫ്രീ ഫ്രം സ്മോൾ പോക്സ് അല്ലേ. അപ്പോൾ ജങ്ക് ഫുഡ്സ് ആർ ബാഡ് ഫോർ ഹെൽത്ത് ബിക്കോസ് ദേ പൊസസ് ഡാഷ്. എന്തുകൊണ്ടാണ് ജങ്ക് ഫുഡ് ബാഡ് എന്ന് പറയുന്നത്? അതിൽ ട്രാൻസ് ഫാറ്റ് അടങ്ങിയിട്ടുണ്ട്. ഓക്കെ, ട്രാൻസ് ഫാറ്റ് ആണ് മെയിനായിട്ട്. ഷുഗറോ ഫാറ്റോ ഒന്നുമല്ല, ട്രാൻസ് ഫാറ്റ്. അതാണ് ഏറ്റവും മോശമായിട്ടുള്ള സബ്സ്റ്റൻസ്. DNA ഇൻട്രൊഡ്യൂസ്ഡ് ടു ബാക്ടീരിയ ഈസ് കോൾഡ് ആസ് ഡാഷ്. നമ്മളൊരു ബാക്ടീരിയയിലോട്ട് ഒരു DNA ഇൻട്രൊഡ്യൂസ് ചെയ്ത് കഴിഞ്ഞാൽ അതിന് എന്താണ് പറയുന്നതെന്നാണ് ചോദിക്കുന്നത്. ദാറ്റ് ഈസ് ട്രാൻസ്ഫോർമേഷൻ. ആ പ്രോസസ്സിനെയാണ് പറയുന്നത്. അപ്പോൾ ഇതുപോലെ DNA റിലേറ്റഡ് ആയിട്ട്, ജനറ്റിക് എഞ്ചിനീയറിംഗ് റിലേറ്റഡ് ആയിട്ട് നമുക്ക് ചോദിക്കാനുള്ള കുറേ ക്വസ്റ്റ്യൻസ് ഉണ്ട്. അപ്പോൾ അതിൽ തന്നെ ട്രാൻസ്ലേഷൻ, ട്രാൻസ്ക്രിപ്ഷൻ, റെപ്ലിക്കേഷൻ അങ്ങനത്തെ ടേംസ് ഒക്കെ എന്താണെന്ന് നിങ്ങൾ പഠിച്ചു വെക്കണം. അത് കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് കേട്ടോ. അപ്പോൾ അതിൽ ഏത് വേണമെങ്കിലും ചോദിക്കാം. കാരണം നമ്മൾ ജനറ്റിക്കലി മോഡിഫൈഡ് ഫുഡ്സ് ഒക്കെ പഠിക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കുറച്ച് ഭാഗമാണ് ഈ ഒരു ടേംസ് എന്നൊക്കെ പറയുന്നത്. അപ്പോൾ അതൊക്കെ ഒന്ന് നോക്കാനായിട്ട് ശ്രമിക്കാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് നോൺ ആസ് കിഡ്നി ഹോർമോൺ. കിഡ്നി ഹോർമോൺ എന്നറിയപ്പെടുന്നത് വൈറ്റമിൻ ഡി ആണ് കേട്ടോ. സോ വൈറ്റമിൻ ഡി ആണ് ആൻസർ. മെഷർമെൻറ്റ് ഓഫ് യൂണിറ്റ് യൂസ്ഡ് ഇൻ മൈക്രോബയോളജി. മൈക്രോബയോളജി എന്ന് പറയുമ്പോൾ മൈക്രോ ആയിട്ടുള്ള ഓർഗാൻസ് ആണ്. അപ്പോൾ അതിനെ നമ്മൾ നോക്കുന്ന എന്താണ്? മൈക്രോൺസ് ഉപയോഗിച്ചിട്ടാണ്. ഓക്കെ, മൈക്രോൺ ആണ് യൂണിറ്റ് എന്ന് പറയുന്നത്. ആൻഡ് റോഡ് ഷേപ്ഡ് സെൽസ് ആർ ഡാഷ്. റോഡ് ഷേപ്ഡ് ആയിട്ടുള്ള സെൽസിനെ നമ്മൾ എന്താണ് വിളിക്കുന്നത്? ബാസിലൈ. ആൻഡ് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ,
മോസ്റ്റ് ഫുഡ് പോയ്സണിങ് ഈസ് കോസ്ഡ് ബൈ ദ സ്പീഷ്യസ് ഡാഷ്. അതായത് മോസ്റ്റ് ഫുഡ് പോയ്സണിങ് ഉണ്ടാക്കുന്നത് ഏത് സ്പീഷ്യസ് ആണെന്നാണ് ചോദിക്കുന്നത്. അപ്പോൾ സാൽമോണല്ലയാണ് കേട്ടോ മോസ്റ്റ് ആയിട്ടുള്ള എല്ലാ ഫുഡ് പോയ്സണിങ്ങിനും കാരണമാവുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, മംസ് ഇൻ ചിൽഡ്രൻ യൂഷ്വലി ഇൻവോൾവ്സ് ഡാഷ്. അതായത് മംസ് കുട്ടികളിൽ എവിടെയാണ് എഫക്റ്റ് ചെയ്യുന്നതെന്നാണ് ചോദിക്കുന്നത്. അപ്പോൾ നമുക്കറിയാം ടോൺസിൽസിലും അതുപോലെ ത്രോട്ടിലുമാണ് മംസ് എഫക്റ്റ് ചെയ്യുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, കോളറ ഈസ് ക്യാരക്ടറൈസ്ഡ് ബൈ ഡാഷ്. കോളറ എന്ന് പറയുമ്പോൾ എന്താണ് ശരീരത്തിൽ സംഭവിക്കുന്നതെന്നാണ് ചോദിക്കുന്നത്. കോളറയിൽ നമ്മുടെ ബോഡിയിലെ ടിഷ്യൂസിൻ്റെ ഡീഹൈഡ്രേഷൻ ആണ് സംഭവിക്കുന്നത്. അപ്പോൾ ആൻസർ എന്ന് പറയുമ്പോൾ ഡീഹൈഡ്രേഷൻ ഓഫ് ദ ബോഡി ടിഷ്യൂസ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുമ്പോൾ അയഡിൻ ഡെഫിഷ്യൻസി ഡിസോർഡർ ഈസ് ഡാഷ്. അയഡിൻ ഡെഫിഷ്യൻസി ഡിസോർഡറിന് എന്താണ് പറയുന്നത്? ദാറ്റ് ഈസ് ഗോയിറ്റർ. അത് നമുക്ക് സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്, നമുക്കറിയാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, മാല എൻ കണ്ടെയ്ൻസ് ഡാഷ്. മാല എൻ എന്ന് പറയുന്നത് ഒരു കോൺട്രാസെപ്റ്റീവ് പില്ലാണ്. അതിലെന്താണ് അടങ്ങിയിട്ടുള്ളതെന്നാണ് ക്വസ്റ്റ്യൻ. അതെന്ന് പറയുമ്പോൾ നോർ എത്തിൻ എസ്ട്രോൺ അസറ്റേറ്റും എത്തിനൈൽ എസ്ട്രാ ഡയോളുമാണ് അടങ്ങിയിട്ടുള്ളത്. സ്പെല്ലിംഗ് ഞാൻ സൈഡ് കൊടുക്കാം, അപ്പോൾ നിങ്ങൾ പേടിക്കേണ്ട കാര്യമില്ല. അപ്പോൾ ഇത് രണ്ടും കൂടി അടങ്ങിയിട്ടുള്ളതാണ് മാല എൻ എന്ന് പറയുന്ന കോൺട്രാസെപ്റ്റീവ് പിൽ എന്ന് പറയുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ലൈവ് ഓറൽ പോളിയോ വാക്സിൻ ഈസ് ഡാഷ്. അതായത് ലൈവ് ഓറൽ പോളിയോ വാക്സിന് പറയുന്ന ഒരു പേരുണ്ട്, അതെന്താണെന്നാണ് ചോദിക്കുന്നത്. ലൈവ് ഓറൽ പോളിയോ വാക്സിൻ എന്ന് പറയുന്നത് സെബൈൻ വാക്സിൻ ആണ്. അങ്ങനെയാണെങ്കിൽ ഇനാക്ടിവേറ്റഡ് പോളിയോ വാക്സിൻ എന്താണ്? സാൽക്ക് വാക്സിൻ. അപ്പോൾ ഇത് രണ്ടും അങ്ങോട്ടും ഇങ്ങോട്ടും മാറി മാറി ചോദിക്കുന്ന ക്വസ്റ്റ്യൻസ് ആണ്. അപ്പോൾ അത് മാറിപ്പോവാതെ നിങ്ങൾ പഠിച്ചു വെക്കണം കേട്ടോ. ആൻഡ് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഡ്രഗ് യൂസ്ഡ് ഇൻ എയ്ഡ്സ് ഈസ് ഡാഷ്. അതായത് എയ്ഡ്സ് എന്ന് പറയുന്ന അസുഖത്തിനെ ട്രീറ്റ് ചെയ്യാനായിട്ട് യൂസ് ചെയ്യുന്ന ഒരു ഡ്രഗിൻ്റെ പേരാണ്. നമുക്ക് ഇഷ്ടംപോലെ ഡ്രഗ്സ് അറിയാം. നമ്മൾ ഒരുപാട് ആൻറ്റി റെട്രോ വൈറൽ തെറാപ്പിയൊക്കെ നമ്മൾ ആൻറ്റി വൈറൽ തെറാപ്പിയിൽ നമ്മൾ പഠിക്കുന്നുണ്ട് കെമിസ്ട്രിയിൽ. അപ്പോൾ ഇതിൽ നമ്മൾ പറയുകയാണെങ്കിൽ അമാൻഡിഡിൻ ഉണ്ട്, റിമാൻഡിഡിൻ ഉണ്ട്, എന്ത് വേണമെങ്കിലും ഉണ്ട്. അപ്പോൾ അമാൻഡിഡിൻ ഒരു എക്സാമ്പിളായിട്ട് നമുക്ക് പറയാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, an abnormal and rapid growth of cells and tissue is dash. ക്യാൻസർ. അബ്നോർമൽ ആയിട്ട് റാപ്പിഡ് ആയിട്ട് നമ്മുടെ ബോഡീസിൽ ടിഷ്യൂസ് വളർന്നുകൊണ്ടിരിക്കുകയാണ്, ഡിവൈഡ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ആ കണ്ടീഷനെ പറയുന്നതാണ് ക്യാൻസർ എന്ന് പറയുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ATS ഈസ് ഗിവൺ ടു ട്രീറ്റ് ഡാഷ്. ഇപ്പോൾ ATS എന്നൊക്കെ ചോദിക്കുമ്പോൾ നമുക്കത് എന്താണെന്ന് ആദ്യം നമ്മൾ എക്സ്പാൻഡ് ചെയ്യുക. ATS എന്ന് പറയുമ്പോൾ ഒരു ട്രീറ്റ്മെൻറ്റ് ആണെന്ന് പറയുന്നുണ്ട്. അപ്പോൾ വാക്സിനോ ടോക്സോയിഡോ എന്തെങ്കിലും ആയിരിക്കും. അപ്പോൾ ATS എന്ന് പറയുമ്പോൾ ആൻറ്റി ടെറ്റനസ് സെറം. ഓക്കെ, അങ്ങനെ നമ്മൾ ചിന്തിക്കുക. അപ്പോൾ ആൻറ്റി ടെറ്റനസ് സെറം എന്തിനാണ് യൂസ് ചെയ്യുന്നത്? ടെറ്റനസിൽ നിന്നും പ്രിവെൻറ്റ് ചെയ്യണം. അപ്പോൾ ആൻസർ എന്ന് പറയുമ്പോൾ ടെറ്റനസിനാണ് ട്രീറ്റ് ചെയ്യുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, മാൽ ഫംഗ്ഷൻ ഈസ് മെയിൻലി കോസ്ഡ് ഡ്യൂ ടു ദ ഡെഫിഷ്യൻസി ഓഫ് ഡാഷ്. മാൽ ഫംഗ്ഷൻ എന്ന് പറയുമ്പോൾ ബോഡിയുടെ ആകെ ഫംഗ്ഷൻസ് തെറ്റുന്നത് എന്തിൻ്റെ ഡെഫിഷ്യൻസി കാരണമാണെന്നാണ് ചോദിക്കുന്നത്. അപ്പോൾ അത് വൈറ്റമിൻസ് ആണോ, പ്രോട്ടീൻസ് ആണോ, മിനറൽസ് ആണോ എന്നൊക്കെയാണ് ക്വസ്റ്റ്യൻ. അപ്പോൾ മെയിനായിട്ട് നമ്മുടെ ബോഡി ബിൽഡിംഗ് ഫുഡ് എന്ന് പറയുന്നത് പ്രോട്ടീനാണ്. അപ്പോൾ പ്രോട്ടീൻ്റെ ഡെഫിഷ്യൻസി കാരണമാണ് ശരീരത്തിൻ്റെ ഫങ്ഷൻസ് ഒക്കെ നഷ്ടപ്പെടുന്നത്. അപ്പോൾ ആൻസർ എന്ന് പറയുമ്പോൾ പ്രോട്ടീൻ തന്നെയാണ്. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ചിരിക്കുക, ഒരു കാര്യമില്ല, നമ്മൾ ഫുൾ ഫോക്കസ്ഡ് ആയിട്ടിരുന്ന് പഠിച്ചാൽ മാത്രമേ നമുക്ക് വൺ വേർഡ്സ് ഒക്കെ ക്രാക്ക് ചെയ്യാൻ പറ്റുള്ളൂ. അത് ഓർമ്മയുണ്ടല്ലോ. അപ്പോൾ നിങ്ങൾ ബോറടിച്ചു അല്ലെങ്കിൽ അയ്യോ ഇത് സ്കിപ്പ് ചെയ്യാമെന്നൊന്നും ആലോചിക്കേണ്ട. ഇപ്പം നമുക്ക് വേണ്ട ഇനി 10 ദിവസത്തേക്ക് ഫുൾ പഠിത്തം മാത്രമാണ് വേണ്ട. അപ്പോൾ അതിന് മാത്രം നിങ്ങൾ സമയം കണ്ടെത്തിയാൽ മതി. ആൻഡ് ഇപ്പം നമുക്ക് കുറച്ചും കൂടെ വൺ വേർഡ്സ് ഡിസ്കസ് ചെയ്യാനുണ്ട്. ബോറടിക്കേണ്ട, എല്ലാവരും ഒന്ന് ഉഷാറായിട്ട് നിൽക്കുക. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് മലേറിയ ഈസ് ട്രാൻസ്മിറ്റഡ് ബൈ ഡാഷ്. മലേറിയ ട്രാൻസ്മിറ്റ് ചെയ്യുന്നത് എന്താണ്? ദാറ്റ് ഈസ് ഫീമെയിൽ അനോഫിലസ് മോസ്കിറ്റോസ് അല്ലേ. ഗിവ് എൻ എക്സാമ്പിൾ ഫോർ വൈറൽ ഇൻഫെക്ഷൻ. അതാണ് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്. അപ്പോൾ വൈറൽ ഇൻഫെക്ഷൻ്റെ എക്സാമ്പിളായിട്ട് നമുക്ക് എന്തൊക്കെ പറയാം? ഇഷ്ടംപോലെ ഉണ്ട്. ഹെപ്പറ്റൈറ്റിസ് ഉണ്ട്, അതുപോലെ പോളിയോ ഉണ്ട്. അങ്ങനെ എന്ത് വേണമെങ്കിലും നമുക്ക് വൈറസ് കാരണം ഉണ്ടാകുന്നതിന് നമുക്ക് പറയാം. അല്ലെങ്കിൽ മംസ് ഉണ്ട്, അല്ലെങ്കിൽ റൂബല ഉണ്ട്, ഇതൊക്കെ വൈറസാണ് അല്ലേ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, TT ഈസ് ഗിവൻ ടു പ്രൊട്ടക്ട് അഗെയിൻസ്റ്റ് ഡാഷ്. TT എന്താണ്? ടെറ്റനസ് ടോക്സോയിഡ് ആണ്. അപ്പോൾ ടെറ്റനസിന് അഗെയിൻസ്റ്റ് ആണ് പ്രൊട്ടക്ഷൻ തരുന്നത്. അപ്പോൾ ആൻസർ എന്ന് പറയുമ്പോൾ ടെറ്റനസ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, എക്സാമ്പിൾ ഫോർ എ സൂനോട്ടിക് ഡിസീസ്. ഒരു സൂനോട്ടിക് ഡിസീസിൻ്റെ എക്സാമ്പിൾ പറയാം. അതായത് സൂനോട്ടിക് എന്ന് പറയുമ്പോൾ അനിമലിൽ നിന്നും സ്പ്രെഡ് ആവുന്നതാണ്. അപ്പോൾ സൂനോട്ടിക് എന്ന് പറയുമ്പോൾ എന്താ? റാബീസ് പറയാം. അപ്പോൾ നോൺ സൂനോട്ടിക് ഡിസീസിൻ്റെ എക്സാമ്പിൾ, അതായത് അനിമൽസിൽ നിന്നും സ്പ്രെഡ് ആവാത്ത ഡിസീസിൻ്റെ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമുക്ക് ആന്ത്രാക്സ് എന്ന് പറയാം. ഓക്കെ, അല്ലാതെ നിങ്ങൾക്ക് അറിയുന്നുണ്ടെങ്കിൽ അങ്ങനെയും പറയാം. സോ നമുക്ക് റിട്ടേൺ ആയിട്ട് ഒരു ആൻസർ മാത്രമല്ല സോഷ്യൽ ഫാർമസിയിൽ വരിക. ഇപ്പോൾ എക്സാമ്പിളൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ ഇഷ്ടംപോലെ എക്സാമ്പിൾ ഉണ്ട്. അപ്പോൾ നിങ്ങൾക്ക് അറിയുന്ന ഏതെങ്കിലും ഒരു എക്സാമ്പിൾ ഉറപ്പുള്ളത് മാത്രം എഴുതാം. ഓക്കെ, അല്ലെങ്കിൽ കുറച്ചും കൂടെ നല്ലത് അത് എഴുതാം, അല്ലെങ്കിൽ കുറച്ചും കൂടെ നല്ലത് ഇതല്ലേ എന്ന് പറഞ്ഞിട്ട് ഇത് എഴുതാം. അങ്ങനെയൊന്നുമില്ല. നിങ്ങൾക്ക് സിമ്പിളായിട്ട് നിങ്ങൾക്ക് ഉറപ്പുള്ള ഒരു വൺ വേർഡ് മാത്രം എഴുതാം. ഓക്കെ, 2-3 എണ്ണൊന്നും വലിച്ചു വാരി എഴുതേണ്ട കാര്യമില്ല, ഒന്ന് എഴുതിയാൽ മതി. ഹൗ ഡസ് എൻസൈക്ലോസ്റ്റോമ ഡുവോഡനലി ഇൻഫെക്ഷൻ ഒക്വേഴ്സ്. അതായത് എങ്ങനെയാണ് ഈ ഒരു ഇൻഫെക്ഷൻ ഉണ്ടാവുന്നതെന്നാണ് ചോദിക്കുന്നത്. അപ്പോൾ അതിൻ്റെ ആൻസർ എന്ന് പറയുമ്പോൾ പെനട്രേഷൻ ത്രൂ സ്കിൻ. അതായത് ആൻസൈക്ലോസ്റ്റോമ ഡുവോഡനാലി എന്ന് പറയുന്നത് നമ്മുടെ സ്കിന്നിലൂടെ പെനട്രേറ്റ് ചെയ്ത് കയറുന്ന ഒരു വേമാണ്. അപ്പോൾ അതാണ് അതിൻ്റെ ആൻസർ എന്ന് പറയുന്നത്. സോ വാട്ട് ഈസ് ദ നോർമൽ ഇൻക്യുബേഷൻ പീരീഡ് ഓഫ് ടൈഫോയിഡ് ഫീവർ? ടൈഫോയിഡ് ഫീവറിൻ്റെ നോർമൽ ഇൻക്യുബേഷൻ പീരീഡ് എത്രയാണെന്നാണ് ചോദിക്കുന്നത്. അപ്പോൾ ഫീവർ എന്നൊക്കെ പറയുമ്പോൾ നമുക്ക് 10 to 15 days ആണ്. അപ്പോൾ ഇതിൻ്റെ ആൻസർ എന്ന് പറയുമ്പോൾ 10 to 15 days ആണ് കേട്ടോ.
സോ വാട്ട് ആർ ദ സിംറ്റംസ് ഓഫ് ഫുഡ് പോയ്സണിങ് ആണ് അടുത്ത ക്വസ്റ്റ്യൻ. ഫുഡ് പോയ്സണിങ് എന്ന് പറയുമ്പോൾ എന്താണ്? കോമൺ ആയിട്ട് ഛർദി ഉണ്ടാവും, ഡയറിയ ഉണ്ടാവും, നോസിയ ഉണ്ടാവും, ഇതൊക്കെ തന്നെയല്ല. അപ്പോൾ ഇതിൽ ഏതെങ്കിലുമൊക്കെ നമുക്ക് എഴുതി വെക്കാം, ഏത് വേണമെങ്കിലും എഴുതാം. സിംറ്റംസ് എന്നേ ചോദിക്കുന്നുള്ളൂ, അല്ലാതെ ഇത്ര എണ്ണം എഴുതുമെന്ന് ചോദിക്കുന്നില്ല. ആൻഡ് പോപ്പുലർ IUCD ഈസ് ഡാഷ് എന്നാണ് അടുത്ത ക്വസ്റ്റ്യൻ. IUCD എന്ന് പറയുമ്പോൾ എന്താ? ഇൻട്രാ യൂട്രൈൻ കോൺട്രാസെപ്റ്റീവ് ഡിവൈസ് ആണ്. അപ്പോൾ IUCD എന്ന് പറയുമ്പോൾ നമ്മൾ പഠിച്ചിട്ടുള്ള കോപ്പട്ടി പഠിച്ചിട്ടുണ്ട്. അപ്പോൾ ആൻസർ എന്ന് പറയുന്നത് കോപ്പട്ടി ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഓറൽ പോളിയോ വാക്സിൻ ഈസ് സ്റ്റാർട്ടഡ് അറ്റ് ദി ഏജ് ഓഫ് ഡാഷ്. ഏത് വയസ്സിലുള്ള കുട്ടികൾക്കാണ് ഓറൽ പോളിയോ വാക്സിൻ ആദ്യമായിട്ട് കൊടുക്കുന്നത്? 9th മന്തിലാണ് കേട്ടോ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, അമീബിയാസിസ് ഇസ് ഡാഷ്. അമീബിയാസിസ് എന്ന് പറയുന്ന അസുഖം ഉണ്ടാക്കുന്ന അമീബിയാണ്. അമീബിയാസിസ് എന്ന് പറയുന്നത് എന്ത് ടൈപ്പ് ഓഫ് ഡിസീസ് എന്നാണ് ക്വസ്റ്റ്യൻ ചോദിക്കുന്നത്. ബാക്ടീരിയ ആണോ, വൈറസ് ആണോ? അല്ല. സോ അമീബിയാസിസ് ആയിട്ടുള്ള ഒരു പാരസൈറ്റിക് ഡിസീസാണ് ഈ ഒരു അമീബിയാസിസ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ടൈഫോയിഡ് ഈസ് ട്രാൻസ്മിറ്റഡ് ബൈ ഡാഷ്. ടൈഫോയിഡ് ഡിസീസസ് ട്രാൻസ്മിറ്റ് ചെയ്യുന്നത് ആരാണെന്നാണ് ചോദിക്കുന്നത്. ഹൗസ് ഫ്ലൈസ് ആണ് കേട്ടോ ടൈഫോയിഡ് ഡിസീസ് സ്പ്രെഡ് ചെയ്യുന്നത്. അപ്പോൾ അത് നമുക്ക് മാറിപ്പോരും. നമ്മൾ ടൈഫോയിഡ് എന്നൊക്കെ പറയുമ്പോൾ നമുക്ക് പെട്ടെന്ന് കൊതുകൊക്കെ ഓർമ്മ വരും. കൊതുകൊന്നും അല്ല, ടൈഫോയിഡ് ഹൗസ് ഫ്ലൈസ് ആണ് സ്പ്രെഡ് ചെയ്യുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, മോർ പ്രോട്ടീൻ ഈസ് പ്രസൻറ്റ് ഇൻ ഡാഷ്. ഏറ്റവും കൂടുതൽ പ്രോട്ടീൻ പ്രസൻറ്റ് ചെയ്തിട്ടുള്ള ഒരു സോഴ്സ് മാത്രം എഴുതണം. അപ്പോൾ ഇനി ഇഷ്ടം പോലെ ഉണ്ട്. മീറ്റ് ഉണ്ട്, അതുപോലെ തന്നെ എഗ്ഗ് ഉണ്ട്, സിറിയൽസ് ഉണ്ട്. നമുക്ക് അതിൽ ഏതെങ്കിലും ഒന്ന് എഴുതാം. സോ കൂടുതലായിട്ട് പ്രോട്ടീൻ ഏതിലുള്ള എഗ്ഗിൽ തന്നെയല്ലേ, അപ്പോൾ അതല്ലേ നമുക്കറിയാം. അപ്പോൾ എഗ്ഗ് നമുക്ക് എഴുതാം. മോസ്കിറ്റോ ട്രാൻസ്മിറ്റ് ഡാഷ്. മോസ്കിറ്റോ ട്രാൻസ്മിറ്റ് ചെയ്യുന്ന ഒരു ഡിസീസിൻ്റെ പേരെന്താ? മലേറിയ. സോ സിമ്പിൾ. ഇന്ത്യ ഈസ് സെറ്റ് ടു ബി ഫ്രീ ഫ്രം ഡാഷ്. ഞാൻ അപ്പോഴേ പറഞ്ഞ സാധനമാണ്. അപ്പോൾ ഇന്ത്യയിൽ നിന്നും ഒരു ഡിസീസ് തീരെ ഇല്ല എന്ന് പറയുന്നുണ്ട്. അപ്പോൾ അത് ഏത് ഡിസീസാണെന്നാണ് ക്വസ്റ്റ്യൻ. സ്മോൾ പോക്സ്. സ്മോൾ പോക്സ് പണ്ട് ഇന്ത്യയിൽ ഉണ്ടായിരുന്നു, പക്ഷേ ഇപ്പോൾ അത് കംപ്ലീറ്റ്ലി ഒരു കേസ് പോലും റിപ്പോർട്ട് ചെയ്തിട്ടില്ല. കംപ്ലീറ്റ്ലി ഇപ്പോൾ നമ്മൾ ഇന്ത്യ ഫ്രീ ആണ് സ്മോൾ പോക്സിൽ നിന്നാണ് പറയുന്നത്. ആൻഡ് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുമ്പോൾ, വിച്ച് ഫാറ്റി ആസിഡ് ഈസ് നോട്ട് സിന്തസൈസ്ഡ് ഇൻ ദ ബോഡി ആൻഡ് ഹാസ് ടു ബി ടേക്കൺ ഫ്രം ദ ഡയറ്റ്. അതായത് നമ്മുടെ ബോഡിയിൽ ഉണ്ടാക്കുന്നില്ല, നമ്മൾ ഡയറ്റിൽ നിന്നും കഴിക്കേണ്ട ഫാറ്റി ആസിഡ് ഏതാണ് എന്ന് പറയുമ്പോൾ അത് എസെൻഷ്യൽ ഫാറ്റി ആസിഡ് എന്നാണ് പറയുന്നത്. അപ്പോൾ അതിൻ്റെ എക്സാമ്പിൾ എന്താണെന്നാണ് ചോദിക്കുന്നത്. അപ്പോൾ ആൻസർ എന്ന് പറയുമ്പോൾ ലിനോലിക് ആസിഡ്, ദാറ്റ് ഈസ് ലിനോലിക് ആസിഡ് ആണ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ആൻറ്റി ടോക്സിക് സെറം ഇൻഡ്യൂസ് ഡാഷ് ഇമ്മ്യൂണിറ്റി. ആൻറ്റി ടോക്സിൻസ് അല്ലെങ്കിൽ വാക്സിൻസ് എന്നൊക്കെ പറയുന്നത് നമ്മുടെ ബോഡിയിലെ പാസീവ് ഇമ്മ്യൂണിറ്റിനെയാണ് ഉണർത്തുന്നത്. നാച്ചുറൽ ഇമ്മ്യൂണിറ്റി അല്ലെങ്കിൽ നമുക്ക് ഇപ്പം മദേഴ്സ് മിൽക്കിൽ നിന്നോ അല്ലെങ്കിൽ നമ്മുടെ ബോഡിയിൽ തന്നെ ഇൻബോൺ ആയിട്ടുള്ള ഇമ്മ്യൂണിറ്റി എന്ന് പറയുന്നത് ആക്റ്റീവ് ഇമ്മ്യൂണിറ്റിയാണ്. പക്ഷേ ടോക്സോയിഡ്സ് അല്ലെങ്കിൽ വാക്സിൻസ് ഇതൊക്കെ തരുന്നത് പാസീവ് ഇമ്മ്യൂണിറ്റിയാണ് കേട്ടോ. അപ്പോൾ അത് ഏത് വാക്സിൻസും അല്ലെങ്കിൽ ഏത് ടോക്സോയിഡ്സ് ചോദിക്കുകയാണെങ്കിലും പാസീവ് ഇമ്മ്യൂണിറ്റിയാണ്. അതിപ്പോൾ ഇമ്മ്യൂണിറ്റിയുടെ ക്ലാസിഫിക്കേഷൻ പഠിച്ചവർക്ക് മനസ്സിലാവും. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വിച്ച് ഫ്രൂട്ട് ഹാസ് ഹയസ്റ്റ് വൈറ്റമിൻ സി. വൈറ്റമിൻ സി കൂടുതലുള്ളൊരു ഫ്രൂട്ട് ഏതാണെന്നാണ് ചോദിക്കുന്നത്. അപ്പോൾ ഇഷ്ടംപോലെ ഉണ്ട്. ലെമൺ ഉണ്ട്, സിട്രസ് ഫ്രൂട്ട്സ് ഉണ്ട്, ഗൂസ്ബെറി ഉണ്ട്. അപ്പോൾ ഇതിൽ ഏത് വേണമെങ്കിലും നമുക്ക് എഴുതാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, IUCD ഈസ് ഡാഷ്. അതായത് IUCD എന്ന് പറയുന്നത് എന്താണെന്നാണ് ചോദിക്കുന്നത്. അപ്പോൾ ഇൻട്രാ യൂട്രൈൻ കോൺട്രാസെപ്റ്റീവ് ഡിവൈസ്. അതേസമയം നമുക്ക് IUCDയുടെ ഫംഗ്ഷൻ എന്താണെന്ന് ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ എന്താണ് IUCD എന്ന് പറയുമ്പോൾ വരുന്നത് ഫെർട്ടിലൈസ് ചെയ്തിട്ടുള്ള ഓവത്തിനെ ഇംപ്ലാന്റേഷൻ ചെയ്യുന്ന പ്രോസസ്സിൽ നിന്നും പ്രിവെൻറ്റ് ചെയ്യുക. അങ്ങനെയാണ് അത് കൺസംഷൻ പ്രിവെൻറ്റ് ചെയ്യുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, മീസൽസ് വാക്സിൻ ഈസ് ഗിവൺ അറ്റ് ഡാഷ്. അതും 9th മന്തിലാണ്. അപ്പോൾ പോളിയോ, മീസൽസ് വാക്സിൻ ഒക്കെ കൊടുക്കുന്നത് 9ാം മാസത്തിലാണ് കേട്ടോ. ആൻഡ് എൻ പ്രോഡക്റ്റ് ഓഫ് പ്രോട്ടീൻ ഡൈജഷൻ ഈസ് ഡാഷ്. അതായത് പ്രോട്ടീൻ്റെ ഡൈജഷൻ്റെ എൻ പ്രോഡക്റ്റ് എന്താണെന്നാണ് ചോദിക്കുന്നത്. ദാറ്റ് ഈസ് അമിനോ ആസിഡ് ആണ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, HIV ഈസ് കോസ്ഡ് ബൈ ഡാഷ്. HIV കോസ് ചെയ്യുന്നത് എന്താണ്? വൈറസ് അല്ലേ? HIV വൈറസ് ആണത്. ഓക്കെ, HIV എന്ന് പറയുന്ന ഇൻഫെക്ഷൻ കോസ് ചെയ്യുന്നത് HIV വൈറസ്. ആൻസർ അത് തന്നെയാണ്. ദ കോമൺ ഫോം ഓഫ് മലേറിയ ഇൻ ഇന്ത്യ ഈസ് ഡാഷ്. ഏതാണ് മലേറിയ നമ്മുടെ ഇന്ത്യയിൽ കോമൺ ആയിട്ടുള്ളത് എന്നാണ് ചോദിക്കുന്നത്. ദാറ്റ് ഈസ് പ്ലാസ്മോഡിയം വൈവാക്സ്. പ്ലാസ്മോഡിയം വൈവാക്സിൻ്റെ മലേറിയ ആണ് നമ്മൾ കോമൺ ആയിട്ട് ഇന്ത്യയിൽ റിപ്പോർട്ട് ചെയ്തിട്ടുള്ള മലേറിയ എന്ന് പറയുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഇൻട്രിൻസിക് ഫാക്ടർ ഈസ് സെക്രീറ്റഡ് ബൈ ഡാഷ്. ഇൻട്രിൻസിക് ഫാക്ടർ സെക്രീറ്റ് ചെയ്യുന്നത് ആരാണെന്നാണ് നമ്മുടെ ബോഡിയിൽ ചോദിക്കുന്നത്. അപ്പോൾ ആരാണെന്ന് പറയുമ്പോൾ ഓർഗൻ ഒന്നും അല്ല, പാരൈറ്റൽ സെൽസ് ആണ് ആൻസർ. അത് നമ്മൾ HAPയിൽ പഠിച്ചിട്ടുണ്ട്. ഗിവ് ആൻ എക്സാമ്പിൾ ഫോർ ദ കോൺസ്റ്റിറ്റ്വൻറ്റ് ഓഫ് കോൺട്രാസെപ്റ്റീവ് പിൽസ്. കോൺട്രാസെപ്റ്റീവ് പിൽസിൻ്റെ ഒരു കോൺസ്റ്റിറ്റ്വൻറ്റിൻ്റെ എക്സാമ്പിളാണ് ചോദിക്കുന്നത്. അപ്പോൾ നമുക്ക് എന്ത് പറയാം? ഈസ്ട്രജൻ ഉണ്ട്, പ്രൊജസ്ട്രോൺ ഉണ്ട്, ഇഷ്ടം പോലെ ഉണ്ട്. അപ്പോൾ ഈസ്ട്രജൻ ആണ് എക്സാമ്പിളായിട്ട് പറയാൻ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, കമ്പൈൻഡ് DPT വാക്സിൻ ഷുഡ് ഓൺലി ഗിവൺ ബൈ ഡാഷ് റൂട്ട്. കമ്പൈൻഡ് DPT വാക്സിൻ ഏത് റൂട്ടിലാണ് കൊടുക്കുന്നതെന്നാണ് ചോദിക്കുന്നത്. അപ്പോൾ ഡിപ്തീരിയ, പെർട്യൂസസ്, ടെറ്റനസ് ആണ്. അപ്പോൾ ടെറ്റനസ് വാക്സിൻ ഒക്കെ എടുത്തിട്ടുള്ളവർക്ക് മനസ്സിലാവും അതെന്ന് പറയുന്നത് ഇൻട്രാമസ്കുലർ റൂട്ടിലാണ് കൊടുക്കുന്നത്. കാരണം നല്ല പെയിൻഫുൾ ആയിട്ടുള്ള ഒരു റൂട്ടാണ് ഇൻട്രാമസ്കുലർ റൂട്ട് എന്ന് പറയുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ,
സിട്രസ് ഫ്രൂട്ട്സ് ആർ മെയിൻ സോഴ്സ് ഓഫ് ഡാഷ്. സിട്രസ് ഫ്രൂട്ടിൽ എന്താണ് മെയിൻ ആയിട്ടുള്ളതെന്നാണ് ചോദിക്കുന്നത്. ദാറ്റ് ഈസ് വൈറ്റമിൻ സി. വൈറ്റമിൻ സി ആണ് സിട്രസ് ഫ്രൂട്ട്സിൽ അടങ്ങിയിട്ടുള്ളത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ദ മോസ്റ്റ് യൂണിവേഴ്സലി അക്സെപ്റ്റഡ് ഇൻഡിക്കേറ്റേഴ്സ് ഓഫ് ഹെൽത്ത് സ്റ്റാറ്റസ് ഓഫ് ദ ഹോൾ പോപ്പുലേഷൻ ഈസ് ഡാഷ്. അതായത് കോമൺ ആയിട്ട് നമ്മുടെ ഹോൾ ഹെൽത്ത് പോപ്പുലേഷൻ്റെയും ഹെൽത്ത് സ്റ്റേറ്റസ് ആയിട്ട് കൺസിഡർ ചെയ്യുന്നത് എന്താണെന്നാണ് ചോദിക്കുന്നത്. അത് ഇൻഫൻറ്റ് മോർട്ടാലിറ്റി റേറ്റ് ആണ് കേട്ടോ. അപ്പോൾ ഒരു ജനിക്കുമ്പോൾ കുട്ടികൾ എത്രത്തോളം മരിക്കാതെ ജനിക്കുന്നുണ്ട് എന്നുള്ളതാണ് ഒരു സൊസൈറ്റിയുടെ ഹെൽത്ത് സ്റ്റാറ്റസ് ആയിട്ട് കൺസിഡർ ചെയ്യുന്നത്. എപ്പിഡമിയോളജിക്കൽ ട്രൈറ്റ് ഈസ് ഡാഷ്. അതായത് എപ്പിഡമിയോളജി എന്ന് പറയുന്നത് എന്തൊക്കെ തമ്മിലുള്ള ട്രേറ്റ് ആണെന്നാണ് ചോദിക്കുന്നത്. ദാറ്റ് ഈസ് അതിൽ എപ്പിഡമിയോളജി എന്ന് പറയുമ്പോൾ എൻവയോൺമെൻറ്റ് ഉണ്ട്, ഹോസ്റ്റ് ഉണ്ട്, അതുപോലെ തന്നെ ഏജൻറ്റും ഉണ്ട്. ഇത് മൂന്നും തമ്മിലുള്ള ഒരു റിലേഷൻഷിപ്പാണ് ഈ എപ്പിഡമിയോളജി എന്ന് പറയുന്നത്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ദ സ്റ്റേറ്റ് ഓഫ് സോഷ്യൽ ഡിസ്ഫങ്ഷൻ ഇസ് നോൺ ആസ് ഡാഷ്. ഇതൊരു ഡെഫിനേഷൻ പോലെയാണ് പറയുന്നത്, ഡിസീസിൻ്റെ ഡെഫിനേഷൻ അല്ല. ഈ ഡെഫിനേഷൻ എന്ന് പറയുന്നത് സിക്നസ്. സോ സ്റ്റേറ്റ് ഓഫ് സോഷ്യൽ ഡിസ്ഫങ്ഷൻ എന്ന് പറയുന്നത് സിക്നസ്. നമുക്ക് വയ്യായ്ക കാരണമാണ് നമ്മൾ സോഷ്യലി എവിടേക്കും നമുക്ക് പോകാൻ തോന്നാത്ത എന്തുകൊണ്ടാണ്? വയ്യാത്തതുകൊണ്ടാണ്. അപ്പോൾ അതിനാണ് ഇവിടെ പറയുന്നത്. സിക്നസ് ആണ് ആൻസർ എന്ന് പറയുന്നത്. ബോഡി ബിൽഡിംഗ് ഫുഡിൻ്റെ എക്സാമ്പിളാണ് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. അപ്പോൾ ബോഡി ബിൽഡിംഗ് ഫുഡ് എന്ന് പറയുമ്പോൾ പ്രോട്ടീൻ അടങ്ങിയിട്ടുള്ള ഏത് ഫുഡ് വേണമെങ്കിലും നമുക്ക് പറയാം, അപ്പോഴേ പറഞ്ഞ പോലെ തന്നെ. അപ്പോൾ നോൺ ബോഡി ബിൽഡിംഗ് ഫുഡ് എന്ന് പറയുമ്പോൾ എന്താ? പ്രോട്ടീൻ അടങ്ങാത്ത വേറെ ഏതെങ്കിലും ഫുഡ്. അപ്പോൾ അതിൻ്റെ എക്സാമ്പിൾ നമ്മൾ നോക്കുകയാണെങ്കിൽ ഫ്രൂട്ട്സ് പറയാം കേട്ടോ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഗിവ് എൻ എക്സാമ്പിൾ ഫോർ നോൺ എസെൻഷ്യൽ അമിനോ ആസിഡ്. നോൺ എസെൻഷ്യൽ അമിനോ ആസിഡിൻ്റെ ഒരു എക്സാമ്പിൾ പറയാം. നോൺ എസെൻഷ്യൽ ആയിട്ടുള്ള അമിനോ ആസിഡ് എന്ന് പറയുമ്പോൾ നമ്മുടെ ഫുഡിൽ ഇൻക്ലൂഡ് ചെയ്യേണ്ട, അത് നോർമലി നമ്മുടെ ബോഡിയിൽ തന്നെ സിന്തസൈസ് ചെയ്യുന്ന അമിനോ ആസിഡ്സ് ആണ്. അതിൻ്റെ എക്സാമ്പിൾ എന്ന് പറയുമ്പോൾ തൈറോസിൻ. ഗിവ് എൻ എക്സാമ്പിൾ ഫോർ എസെൻഷ്യൽ അമിനോ ആസിഡ്. എസെൻഷ്യൽ അമിനോ ആസിഡ് എന്ന് പറയുമ്പോൾ വാലിൻ ഒരു എക്സാമ്പിൾ ആണ് കേട്ടോ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഗിവ് എൻ എക്സാമ്പിൾ ഫോർ വൈറൽ ഇൻഫെക്ഷൻ. വൈറൽ ഇൻഫെക്ഷൻ ഞാൻ അപ്പോഴേ പറഞ്ഞു, ഇൻഫ്ലുവൻസ ഉണ്ട്, അതുപോലെ ഹെപ്പറ്റൈറ്റിസ് ഉണ്ട്, പോളിയോ ഉണ്ട്. അപ്പോൾ നോൺ വൈറൽ ഇൻഫെക്ഷൻ പറയുകയാണെങ്കിൽ നമുക്ക് ടൈഫോയിഡ് ഉണ്ട്, ട്യൂബർകുലോസിസ് ഉണ്ട്. ഇതൊക്കെ നോൺ വൈറൽ ആയിട്ടുള്ള ഇൻഫെക്ഷൻസ് ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വിത്ത് ഗിവ് എൻ എക്സാമ്പിൾ ഫോർ ദി ഫുഡ് ദാറ്റ് കണ്ടെയ്ൻ ഹയസ്റ്റ് പോളി അൺസാച്ചുറേറ്റഡ് ഫാറ്റി ആസിഡ്. അതായത് പോളി അൺസാച്ചുറേറ്റഡ് ഫാറ്റി ആസിഡ് അടങ്ങിയിട്ടുള്ള ഫുഡ്, നല്ല രീതിയിൽ അടങ്ങിയിട്ടുള്ള ഫുഡ് പറയാനാണ് പറയുന്നത്. അപ്പോൾ സൺഫ്ലവർ ഓയിൽ നമുക്ക് പറയാം, സൺഫ്ലവർ ഓയിലുണ്ട്, അവക്കാഡോയിലുണ്ട്. അപ്പോൾ ഇതൊക്കെ നമുക്ക് എക്സാമ്പിളായിട്ട് പറയാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വിച്ച് വാക്സിൻ ഷുഡ് നോട്ട് ബി അഡ്മിനിസ്റ്റേർഡ് ടു പ്രഗ്നൻറ്റ് വുമൺ. അതാണ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്. പ്രഗ്നൻറ്റ് വുമൺ എന്ന് പറയുമ്പോൾ മീസൽസ്, മംസ്, റുബെല്ല വാക്സിൻ, ഈ 3 വാക്സിനും കൊടുക്കാൻ പാടില്ല എന്നാണ് പറയുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഇൻഡൈജസ്റ്റബിൾ കോമ്പൗണ്ട് ഓഫ് കാർബോഹൈഡ്രേറ്റ്സ് വിത്ത് നോ ന്യൂട്രിറ്റീവ് വാല്യൂ ഇസ് കോൾഡ് ആസ് ഡാഷ്. അതായത് കാർബോഹൈഡ്രേറ്റിൻ്റെ ഡൈജസ്റ്റീവ് ആയിട്ടുള്ള ലാസ്റ്റ് പ്രോഡക്റ്റ് ആണ്, അതിൽ യാതൊരു വിധമായിട്ടുള്ള ന്യൂട്രീഷ്യസ് വാല്യൂം ഇല്ല. അങ്ങനെ ഒരു പ്രോഡക്റ്റിനെ എന്താണ് പറയുന്നതെന്നാണ് ചോദിക്കുന്നത്. ദാറ്റ് ഈസ് സെല്ലുലോസ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, DTP സീരീസ് ഓഫ് ഇഞ്ചെക്ഷൻ ഈസ് ഇൻറ്റൻഡഡ് ഫോർ അഡ്മിനിസ്ട്രേഷൻ ടു ഡാഷ്. അതായത് DTP വാക്സിൻസ് ഒക്കെ കൊടുക്കുന്നത് ഏത് പ്രായത്തിലുള്ള ആളുകൾക്കാണെന്നാണ് ചോദിക്കുന്നത്. അപ്പോൾ ഇൻഫൻസിനാണ് കൊടുക്കുന്നത് കേട്ടോ. അതായത് ജനിച്ച കുട്ടികളല്ല, ഇൻഫൻസ് എന്ന് പറയുമ്പോൾ കൈക്കുഞ്ഞുങ്ങൾക്കാണ് മെയിനായിട്ട് DTP സീരീസ് ഓഫ് വാക്സിൻസ് കൊടുക്കുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ, 1 gram ഓഫ് കാർബോഹൈഡ്രേറ്റ്സ് പ്രൊവൈഡ് ഡാഷ് എനർജി. 1 gram ഓഫ് കാർബോഹൈഡ്രേറ്റ്സിൽ എത്ര എനർജി ഉണ്ടെന്നാണ് ക്വസ്റ്റ്യൻ. ദാറ്റ് ഈസ് 3.75 കിലോ കാലറി ആണ് ഉള്ളത് കേട്ടോ. ഇതൊക്കെ ജനറൽ നോളേജ് ആയിട്ട് നിങ്ങൾക്ക് ഒരുപാട് ചോദിക്കാൻ സാധ്യതയുള്ള ക്വസ്റ്റ്യൻ ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, പ്രീ ഫോംഡ് വൈറ്റമിൻ എ ഇസ് ഡാഷ്. അതായത് വൈറ്റമിൻ എയുടെ മറ്റൊരു ഫോം ഏതാണെന്നാണ് ചോദിക്കുന്നത്. ആൻസർ റെറ്റിനോൾ. റെറ്റിനോൾ ആണ് വൈറ്റമിൻ എയുടെ വേറൊരു ഫോം എന്ന് പറയുന്നത്. How much retinol is equal to 1 international units of vitamin A? So 1 IU of vitamin A എത്ര റെറ്റിനോൾ അടങ്ങിയിട്ടുണ്ടെന്നാണ് ചോദിക്കുന്നത്. ആൻസർ എന്ന് പറയുന്നത് 0.3 mcg. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഏർലിയസ്റ്റ് സൈൻ ഓഫ് വൈറ്റമിൻ എ ഡെഫിഷ്യൻസി ഇസ് ഡാഷ്. അതായത് വൈറ്റമിൻ എ ഡെഫിഷ്യൻസിയിൽ ആദ്യം വരുമ്പോൾ ഡെഫിഷ്യൻസി വരുമ്പോൾ കണ്ടുവരുന്ന ഡിസീസിൻ്റെ സിംറ്റം എന്താണെന്നാണ് ചോദിക്കുന്നത്. ദാറ്റ് ഈസ് നൈറ്റ് ബ്ലൈൻഡ്നെസ്. ഓക്കെ, പണ്ട് മുതലേ നമ്മൾ പഠിച്ചിട്ടുള്ളതാണ് വൈറ്റമിൻ എ ഡെഫിഷ്യൻസി കോസസ് നൈറ്റ് ബ്ലൈൻഡ്നെസ് എന്ന് പറയുന്നത്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുമ്പോൾ എക്സാമ്പിൾ ഫോർ ദ ഫങ്ഷൻ ഓഫ് വൈറ്റമിൻ ഡി. വൈറ്റമിൻ ഡിയുടെ ഫംഗ്ഷൻ എന്താണെന്നാണ് ചോദിക്കുന്നത്. അപ്പോൾ വൈറ്റമിൻ ഡി എന്ന് പറയുമ്പോൾ ഇൻക്രീസസ് ദ അബ്സോർപ്ഷൻ ഓഫ് കാൽസ്യം ആൻഡ് ഫോസ്ഫറസ്. ഓക്കെ, ദ ടോട്ടൽ കോമൺ കണ്ടീഷൻ ഡ്യൂ ടു റൈബോഫ്ലേവിൻ ഡെഫിഷ്യൻസി ഈസ് ഡാഷ്. അതായത് റൈബോഫ്ലേവിൻ ഡെഫിഷ്യൻസിയുടെ കണ്ടീഷൻ എന്താണ് ഉണ്ടാക്കുന്നതെന്നാണ് ചോദിക്കുന്നത്. ആൻസർ ഷീലോസിസ്. ഓക്കെ, ഈ സ്പെല്ലിംഗ് ആണ് ഞാൻ സൈഡൊക്കെ കൊടുക്കുന്നുണ്ട്. കൺഫ്യൂഷനുള്ള സ്പെല്ലിംഗ് മാത്രമേ ഞാൻ സൈഡ് കൊടുക്കുന്നുള്ളൂ, ബാക്കിയൊക്കെ നിങ്ങൾ നോക്കി എഴുതി വെക്കുക കേട്ടോ. ദ മേജർ സോഴ്സ് ഓഫ് ഫ്ലൂറിൻ ടു മാൻ ഈസ് ഡാഷ്. അതായത് ഫ്ലൂറിൻ നമ്മുടെ ബോഡിയിൽ മേജർ സോഴ്സ് ആയിട്ട് എങ്ങനെയാണ് പോകുന്നതെന്നാണ് ചോദിക്കുന്നത്. ഫ്ലൂറിൻ എന്ന് പറയുന്ന ഒരു മിനറലാണ്, അത് നമ്മുടെ ബോഡിയിൽ പോകുന്നത് വാട്ടറിലൂടെയാണ് കേട്ടോ, നമ്മൾ കുടിക്കുന്ന വാട്ടറിലൂടെ. ഡെയിലി റിക്വയർമെൻറ്റ് ഓഫ് അയഡിൻ ഈസ് ഡാഷ്. എത്ര mcg ആണ് അയഡിൻ ആവശ്യം? അയഡിൻ എന്ന് പറയുന്ന വളരെ ചെറിയ എമൗണ്ടിൽ മതി. ദാറ്റ് ഈസ് 150 mcg, 150 മൈക്രോഗ്രാംസ് മാത്രം അയഡിൻ ആവശ്യമുള്ളൂ കേട്ടോ. സോ ഡെമോഗ്രഫി ഇൻക്ലൂഡ് ദ സ്റ്റഡി ഓഫ് ഓൾ എക്സെപ്റ്റ് ഡാഷ്.
അതായത് ഡെമോഗ്രഫിയിൽ എന്തിൻ്റെ സ്റ്റഡി ഇൻക്ലൂഡഡ് അല്ല, എന്തിൻ്റെ അപ്പോൾ ഇൻക്ലൂഡഡ് ആണ്? മോർട്ടാലിറ്റി ഇൻക്ലൂഡഡ് ആണ്, ഫെർട്ടിലിറ്റി ഇൻക്ലൂഡഡ് ആണ്. അപ്പോൾ എന്തിൻ്റെയാണ് ഇൻക്ലൂഡഡ് ആവാത്തതെന്ന് ചോദിക്കുകയാണെങ്കിൽ മോർബിഡിറ്റി. ഓക്കെ, മോർബിഡിറ്റി മാത്രമാണ് ഇല്ലാത്തത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഹൈ ഫെർട്ടിലിറ്റി റേറ്റ് ഇൻ ഇന്ത്യ ഈസ് ഡ്യൂ ടു ഡാഷ്. എന്തുകൊണ്ടാണ് ഇന്ത്യയിൽ ഫെർട്ടിലിറ്റി റേറ്റ് കൂടുതലാണെന്ന് പറയുന്നത്? അപ്പോൾ അതിന് ഒരുപാട് കാരണമുണ്ട്. ഇല്ലിട്രസി ഉണ്ട്, പോവേർട്ടി ഉണ്ട്, അതുപോലെ തന്നെ ഏർലി മാരേജ് ഉണ്ട്. അതുണ്ട്. അപ്പോൾ ഇതിൽ ഏത് വേണമെങ്കിലും നമുക്ക് എഴുതാവുന്നതാണ്. ആൻഡ് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, സെക്സ് റേഷ്യോ ഈസ് ഡിഫൈൻഡ് ആസ് ഡാഷ്. അതായത് സെക്സ് റേഷ്യോൻ്റെ ഡെഫിനേഷനാണ് ചോദിക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു ഫോർമുല ഉണ്ട്, നമ്പർ ഓഫ് ഫീമെയിൽസ് ഡിവൈഡഡ് ബൈ 1000 മെയിൽസ്. അതാണ് സെക്സ് റേഷ്യോ. അപ്പോൾ സെക്സ് റേഷ്യോ ഈസ് ഈക്വൽ ടു നമ്പർ ഓഫ് ഫീമെയിൽസ് ഡിവൈഡഡ് ബൈ 1000 മെൻസ്. അതാണ് അതിൻ്റെ ആൻസർ എന്ന് പറയുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഹൈപ്പോവോളിമിക് ഷോക്ക് റിക്വയർസ് ഡാഷ്. ഒരാൾക്ക് ഹൈപ്പോവോളിമിക് ഷോക്ക് വന്നു കഴിഞ്ഞാൽ അവിടെ എന്താണ് കൊടുക്കേണ്ടതെന്നാണ് ചോദിക്കുന്നത്. അപ്പോൾ അവിടെ കൊടുക്കേണ്ടതെന്ന് പറഞ്ഞാൽ ഹൈപ്പോവോളിമിക് എന്ന് പറയുമ്പോൾ നമ്മുടെ ബോഡിയിൽ ഫ്ലൂയിഡ്സിൻ്റെ എമൗണ്ട് വളരെ കുറഞ്ഞ് ഡീഹൈഡ്രേറ്റഡ് ആയിട്ടുള്ള കണ്ടീഷനാണ്. അപ്പോൾ ഇമ്മീഡിയറ്റ് ആയിട്ടുള്ള ഫ്ലൂയിഡിൻ്റെ റീപ്ലേസ്മെൻ്റ് ആണ് നമുക്ക് കൊടുക്കേണ്ടത്. സോ ആൻസർ എന്ന് പറയുമ്പോൾ ഇമ്മീഡിയറ്റ് ഫ്ലൂയിഡ് റീപ്ലേസ്മെൻറ്റ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, മെഗ്നീഷ്യം സൾഫേറ്റ് ഡ്രസ്സിംഗ് ഈസ് യൂസ്ഫുൾ ഫോർ ഡാഷ്. അതായത് മഗ്നീഷ്യം സൾഫേറ്റ് ഉപയോഗിച്ചിട്ട് നമ്മൾ ഡ്രസ്സിങ് ചെയ്യുന്നത് എന്തിനാണെന്നാണ് ചോദിക്കുന്നത്. അപ്പോൾ അത് അൺറൈപ്പ് ആയിട്ടുള്ള ബോയിൽസ്, അതായത് നല്ല രീതിയിൽ പഴുത്തിട്ടുള്ള അങ്ങനെ ഒരു ടൈപ്പ് ഓഫ് മുറിവിനാണ് നമ്മൾ മഗ്നീഷ്യം സൾഫേറ്റ് ഉപയോഗിച്ചിട്ട് നമ്മൾ ഡ്രസ്സിങ് ചെയ്യുന്നത്. അപ്പോൾ പഴുത്തിട്ട് അല്ലെങ്കിൽ അതിൽ കൂടെ നമ്മുടെ ചലമൊക്കെ വരുന്ന അങ്ങനത്തെ ടൈപ്പ് ഓഫ് മുറിവിലാണ് നമ്മൾ മഗ്നീഷ്യം സൾഫേറ്റ് ഡ്രസ്സിങ് ചെയ്യുന്നത്. അപ്പോൾ അൺറൈപ്പ് ബോയിൽസ് ആണ് ആൻസർ എന്ന് പറയുന്നത്. ദ ഡിസിൻഫെക്റ്റിംഗ് ആക്ഷൻ ഓഫ് ക്ലോറിൻ ഈസ് ഡ്യൂ ടു ഡാഷ്. ക്ലോറിൻ്റെ ഡിസിൻഫെക്റ്റിംഗ് ആക്ഷൻ എന്തുകൊണ്ടാണെന്നാണ് ചോദിക്കുന്നത്. ദാറ്റ് ഈസ് ഹൈപ്പോക്ലോറിക് ആസിഡ്. ഹൈപ്പോക്ലോറിക് ആസിഡ് കാരണമാണ് ക്ലോറിൻ്റെ ഡിസിൻഫെക്ഷൻ ആക്ഷൻ വരുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഹെൽത്തി ആയിട്ടുള്ള നോർമൽ പേഴ്സൺ ക്യാൻ ടോളറേറ്റ് സൗണ്ട് അപ് ടു ഡാഷ്. എത്ര ഡെസിബിൾ വരെയുള്ള സൗണ്ടാണ് ടോളറേറ്റ് ചെയ്യാനായിട്ട് പറ്റുന്നതെന്നാണ് ചോദിക്കുന്നത്. ദാറ്റ് ഈസ് 80 to 90 ഡെസിബിൾ. ഡെസിബിൾ എന്ന് പറയുമ്പോൾ സ്മോൾ ഡിയും ക്യാപിറ്റൽ ബിയുമാണ് ഡെസിബിളിൻ്റെ യൂണിറ്റ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, സീവേജ് ഈസ് ദ വേസ്റ്റ് ഓഫ് ഡാഷ്. സീവേജ് എന്ന് പറയുന്നത് എവിടുത്തെ വേസ്റ്റ് ആണെന്നാണ് ചോദിക്കുന്നത്. ദാറ്റ് ഈസ് വേസ്റ്റ് ഫ്രം ഇൻഡസ്ട്രീസ് ആൻഡ് ഹൗസസ്. അപ്പോൾ ഇത്രയും ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഒരു വീഡിയോയിൽ വൺ സ്ട്രെച്ചിൽ ഡിസ്കസ് ചെയ്തിരിക്കുന്നത്. ഇനിയും കൂടുതൽ ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളും ടെൻഷനാവും, അല്ലെങ്കിൽ ഞാൻ ഇനിയും ഇതുപോലെ 100 ക്വസ്റ്റ്യൻസ് പറയാൻ റെഡിയാണ്. പക്ഷേ നിങ്ങൾക്ക് കുറച്ചും കൂടെ വീഡിയോ ലെങ്തി ആക്കിയിട്ട് ബുദ്ധിമുട്ടിക്കണ്ട എന്ന് വിചാരിച്ചു. അപ്പോൾ ഇതിൻ്റെ പാർട്ട് 2 ആയിട്ട് വേറൊരു വീഡിയോ വേണമെങ്കിൽ നിങ്ങൾക്ക് പറയാം. ഇനിയും ക്വസ്റ്റ്യൻസ് ഇഷ്ടം പോലെ ഉണ്ട്. അപ്പോൾ 100-ൽ കൂടുതൽ ക്വസ്റ്റ്യൻസ് നമ്മൾ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്തെന്ന് തോന്നുന്നു. അപ്പോൾ ഇത്രയുമാണ് നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത്. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക. ഇതെല്ലാം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്. ഇതൊക്കെ ഒരിക്കലെങ്കിലും വായിക്കാതെ നിങ്ങൾ എക്സാം ഹാളിൽ പോകരുത്. തീർച്ചയായിട്ടും ഷുവറായിട്ടും ചോദിക്കാൻ പറ്റുന്ന ക്വസ്റ്റ്യൻസ് ആണ് ഞാൻ ഈ വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും കൂടി ഒന്ന് പരിഗണിക്കാം. മറ്റ് വീഡിയോസിലൊക്കെ എന്താണ്, ഏത് സബ്ജക്റ്റാണ് നമ്മൾ ഇൻക്ലൂഡ് ചെയ്യേണ്ടതെന്നുള്ളത് നിങ്ങൾ കമൻറ്റ് സെക്ഷനിൽ ഒന്ന് പറയുകയാണെങ്കിൽ ഞാൻ ഉടൻ തന്നെ അതിൻ്റെയൊക്കെ വീഡിയോസുമായിട്ട് വരുന്നതാണ്. മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം. അതുവരെയും ബൈ. എല്ലാവരും പോയിട്ട് അടിച്ച് പൊളിച്ച് പഠിക്കുക. ഓക്കെ, വേറെ എൻജോയ്മെൻറ്റ് ഒന്നും ആലോചിക്കേണ്ട. എക്സാം ഡേ ഇവിടെ അടുത്തെത്തി കഴിഞ്ഞിരിക്കുന്നു. സോ മറ്റു വീഡിയോ ആയിട്ട് വരാം. അതുവരെയും ബൈ.